വാർത്തകൾ തുടരുന്നു. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയും ആരാധനയും നടന്നു. കേണിച്ചിറ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ പെസഹ വ്യാഴാചരണം നടത്തി. ഇടവക വികാരി ഫാദർ ജോഷി പുൽപ്പയിൽ കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കൈക്കാരന്മാർക്കും മറ്റെല്ലാവർക്കും സിസ്റ്റേഴ്സും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അരമണിക്കൂർ സമയം ആരാധന ഉണ്ടായിരിക്കും.
യേശുവേ ആരാധന മഹത്വത്തിന് സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു. ദിവ്യകാരുണ്യം യേശുവേ ദിവ്യകാരുണ്യമാണ് ഞങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന തമ്പുരാനെ നിന്നെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു ദൈവമേ എന്നപ്പമായി തടഞ്ഞു ചേരുന്ന തമ്പുരാനെ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുർബാനയായ തമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടി ദിവ്യകാരുണ്യമായ യേശുവേ നിന്നെ ആരാധിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ശുശ്രൂഷ നടത്തുക. ഇടവകയാവുന്ന കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളുടെയും പ്രതിനിധികളായിട്ട് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും അപ്പം കൊണ്ടുവന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാം. ഈ അപ്പം മുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളായി പരസ്പര സ്നേഹത്തിൽ സന്തോഷത്തിൽ സമാധാനത്തിൽ കഴിയുവാൻ ഇടയാകട്ടെ എന്ന് യോഗത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. എല്ലാ പൈശാചിക ബാധകളിൽ നിന്നും അവരെ വിമോചിപ്പിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ചെയ്യുമരയിൽ ചുറ്റി പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി എല്ലാത്തിനും ഒത്തിരി ഒത്തിരി നന്ദി. ഇനി അടുത്ത കൊല്ലത്തെ ക്രിസ്മസ് അല്ല ഈസ്റ്ററിന് ആരൊക്കെയുണ്ട് ആർക്ക് വാഗ്ദാനമൊന്നും നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി സ്വയം കുരിശിലേറ്റ് വച്ചു. ഈ അച്ഛൻ വന്ന് എല്ലാവർക്കും അപ്പം വച്ച് കുടിക്കുകയും എല്ലാവരും കൂടി പിന്നെ പെസക കൂടിയും ഞങ്ങൾക്ക് സന്തോഷം. ഉറക്കെ പറഞ്ഞു. ഇവിടെ വന്ന് ഞങ്ങൾക്ക് പെസകയൊക്കെ മുറിച്ച് അപ്പമൊക്കെ മുറിച്ച് തന്ന് സന്തോഷമായി.
അച്ഛനെ ഈ വീണ്ടും കാണാനൊക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സന്തോഷത്തോടുകൂടി ഇക്കൊല്ലത്തെ ഈ പെസഹ തിരുപ്പത്തോടെ തന്നെ പരിപൂർണ്ണ സന്തോഷത്തോടുകൂടി അച്ഛനോടാണ് ഞാൻ കപ്പെല്ലാം മുറിച്ച് ഞാൻ 1000 സ്തുതിയെന്ന് മാറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നത് പറയാൻ അറിയില്ലെങ്കിൽ അച്ഛൻ ഞങ്ങളടുത്ത് വന്ന് അപ്പോൾ പാലെല്ലാം മുറിച്ച് തന്നതിന് നന്ദി പറയുന്നു. പിന്നെ ഇന്നേ ദിവസം ഈശോയുടെ പീഡാസഹനത്തോട് നോക്കുമ്പോൾ ഈശോ സഹിച്ചു, ഒത്തിരിയേറെ സഹിച്ചു. പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് ഈ പ്രശ്നം. അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ വന്ന് രണ്ടാമത്തെ പെസഹയാണ്. അച്ഛനാണോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് അച്ഛൻ തന്നെയായിരുന്നു. വളരെ നന്ദി. അപ്പം കൊടുത്തു ഞങ്ങളെല്ലാവരും സന്തോഷിപ്പിച്ചു. Yes.